യഥാർത്ഥ സ്നേഹം സമയത്തെ അളക്കുന്നില്ല, മറിച്ച് മുഹൂർത്തങ്ങളെ ആഘോഷിക്കുന്നു. ഒരാൾ നമ്മളോട് പരിഭവം പറയുന്നെങ്കിൽ അതിനർത്ഥം അവരുടെ ലോകത്ത് നമുക്ക് അത്രമേൽ സ്ഥാനമുണ്ടെന്നാണ്. അകന്നു പോകുമ്പോഴുള്ള ആ സങ്കടം ബന്ധങ്ങളുടെ ആഴമാണെന്നേ അടയാളപ്പെടുത്തുന്നത്. ദേഷ്യത്തെക്കാൾ കൂടുതൽ സ്നേഹമുള്ള വികാരമാണെന്നേ പരിഭവം. നമ്മൾ കൂടെ ഉണ്ടാകണമെന്ന വാശിയാണത്. നമ്മെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. അവർക്ക് നൽകുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ അത്രയും ധന്യമാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പരിഭവത്തിന് പിന്നിലും ഒരു ചെറിയ കുട്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ശ്രദ്ധയും സ്നേഹവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. ഒരു ദിവസം മൊത്തം അങ്ങ് അടിയ, പിറ്റേ ദിവസം എല്ലാം മറന്നങ്ങ് വർത്താനം പറയുക, സ്നേഹിക്കുകയൊക്കെ ചെയ്യും. അടുത്ത ദിവസമാണെങ്കിലോ പതിവ് പോലെ വീണ്ടും വഴക്ക്. ഈ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കിടയിലെ സ്ഥിരം കലാപരിപാടിയാണെന്ന് ഇത്. പരസ്പരം ചേർന്നിരിക്കുമ്പോൾ തട്ടിയും മുട്ടി ഇണങ്ങിയും പിണങ്ങിയും ഒന്നായും രണ്ടായും ഒക്കെ അങ്ങ് പോകും. അകന്നിരിക്കുമ്പോഴാണെങ്കിലോ അടുപ്പത്തിന്റെ ആഴവും വേർപാടിന്റെ വേദന